നമസ്കാരം. ഞാൻ ഡോക്ടർ നാരായണ പ്രകാശ്, ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക്, മണ്ണാർക്കാട്, കടമ്പഴിപ്പുറം. നമ്മൾ ഇന്ന് ആൻഡ്രോജനറ്റിക് അലോപീഷ്യ അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ബാൾഡ്നസ്, മലയാളത്തില് കഷണ്ടി എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് ആൻഡ്രോജനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ആൻഡ്രോ, പിന്നൊന്ന് ജനറ്റിക്. അപ്പോൾ അതിൽ ജനറ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം, ജനിതക ഭാഗമായിട്ട് പാരമ്പര്യമായിട്ട് നമുക്ക് വരുന്ന ഒരു കണ്ടീഷനാണ്. ആൻഡ്രോ എന്ന് പറയുന്ന ഭാഗം നമുക്ക് മനസ്സിലാവുന്നത് ആൻഡ്രോജൻ, നമുക്ക് മെയിൽ ഹോർമോൺസിന്റെ ആക്ഷൻ കാരണം വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് വരുന്ന കണ്ടീഷനാണ് നമുക്ക് ആൻഡ്രോജനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്ന ട്രിഗർ ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് വിറ്റമിൻസുകൾ കുറയുന്നത് കൊണ്ട്, വിറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട്, ഫെറിറ്റിൻ കുറയുന്നത് കൊണ്ട്, സ്ട്രെസ് കാരണം, അങ്ങനെ ഒത്തിരി കാരണങ്ങൾ വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇത് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രവർത്തനമാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഈ DHDയുടെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രൗൺ ഏരിയയിലുള്ള മുടിയുടെ വേരുകളിലാണ് ഇതിന്റെ ആക്ഷൻ വരുന്നത്. ക്രൗൺ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയുടെ ഈ ഭാഗത്ത് കാണുന്ന മുടികൾക്ക് മാത്രമാണ് ഇത് അഫക്റ്റ് ആയി വരുന്നത്. മുടി കൊഴിച്ചിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാവാം, മുകളിലും ഉണ്ടാവാം, നമുക്ക് സൈഡിലൊക്കെ വരാം. പക്ഷേ ഈ ആൻഡ്രോജനറ്റിക് അലോപീഷ്യയിൽ സംഭവിക്കുന്നത് ഈ DHT എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ക്രൗൺ ഏരിയയിലുള്ള വേരിൽ വന്നിട്ട് അടിഞ്ഞുകൂടിയിട്ട് അതിന് കിട്ടേണ്ട പോഷകങ്ങളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രമേണ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് മുടി കൊഴിയുമ്പോൾ നമുക്ക് ആ റൂട്ട് വന്നിട്ട് ചുരുങ്ങി തുടങ്ങും. ഈ റൂട്ട് ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഹെയർ റീപ്ലേസ് ആവുന്ന സമയത്ത് ഹെൽത്തി ഹെയറിന് പകരം ചെറിയ കനം കുറഞ്ഞ മുടികളായിട്ടാണ് റീപ്ലേസ് ആവുന്നത്. ഇങ്ങനെയാണ് നമുക്ക് മുടി തിന്നായിട്ട് ചെറുതായി പോകുന്നത്. ഹെയർ തിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇത് ചുരുങ്ങി 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 ക്രമേണ നമ്മുടെ മുടിയുടെ വേരും കൂടി നശിച്ചു പോകും, ഇല്ലാതെയാവും. അങ്ങനെയാണ് നമുക്ക് സൈഡ് ആദ്യം കയറി തുടങ്ങും, പിന്നീട് അങ്ങനെ കയറി 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 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാൾഡ്നസ് എന്നുള്ള സ്റ്റേജിലേക്ക് പോകുന്നത്. ഈ ആൻഡ്രോജനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് 7 സ്റ്റേജാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിന് ആവശ്യാനുസരണമായിട്ടുള്ള ചികിത്സയാണ് നമുക്ക് വരുന്നത്. ഈ കണ്ടീഷനിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും ഒരു 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജിലുള്ള ആൻഡ്രോജനറ്റിക് അലോപീഷ്യനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ മെഡിസിനൽ ട്രീറ്റ്മെന്റ് കൊണ്ട് കഴിയില്ല. നമുക്ക് സാധിക്കുന്നത് അടുത്ത സ്റ്റേജിലേക്ക് പോവാതെ ഇരിക്കുന്നതും ഈ ഹെയർ തിന്നിങ് സംഭവിക്കുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് തിരിച്ച് തിക്കാക്കി ഹെൽത്തി ആക്കിയിട്ട് റീഗ്രോത്ത് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ചികിത്സ എടുക്കുന്ന ആൾക്കാർ ഏത് സ്റ്റേജിലാണോ വരുന്നത്, ആദ്യം അവരുടെ സ്കാൾപ്പ്, റൂട്ട് എല്ലാം ചെക്ക് ചെയ്ത് ആ സ്റ്റേജ് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ആ സ്റ്റേജിലുള്ള ഹെയർ തിന്നിങ്ങിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മെഡിസിനൽ ട്രീറ്റ്മെന്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ആ ഹെയർ തിന്നിങ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് ക്രമേണ നിന്നിട്ട് റീപ്ലേസ് ആകുന്ന എല്ലാ മുടിയും നമുക്ക് തിക്കായിട്ട് ഹെൽത്തിയർ ആയിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഹെയർ തിന്നിങ് മാറിയിട്ട് ഹെൽത്തി ഹെയർസ് വരുന്നതോടൊപ്പം നമുക്ക് മുടിയുടെ കനവും നിറവും കൂടി വരുന്നു. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ കോൺഫിഡൻസ് ലെവല് നല്ല രീതിയിൽ ഉയർന്നു കിട്ടും. അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് ക്രമേണ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു 1-2 കൊല്ലം കൊണ്ട് ബാൾഡ് ആവുന്ന ഒരു കണ്ടീഷനൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു 5 കൊല്ലം 10 കൊല്ലത്തേക്കൊക്കെ ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ചികിത്സയുടെ പ്രത്യേകത. നമുക്ക് ലൈവായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് ഇപ്പോൾ കേട്ട് നോക്കാം. അവർ ചികിത്സയ്ക്ക് വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന കണ്ടീഷൻ എന്താണെന്നും അവർ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്ര പെട്ടെന്നാണ് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മുടിയുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്നത് മുന്നേ കുറെ ഓയിലും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈനായിട്ടും അങ്ങനെ ഒരുപാട്. പക്ഷെ നമ്പർ കിട്ടിയപ്പോഴേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ മുടിയുടെ ഈ ഭാഗം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി വന്ന് മുടി തിക്നെസ് വരാൻ തുടങ്ങി, കളറിൽ തന്നെ ഒരുപാട് മാറ്റം വന്നു. നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു? നല്ലോണം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അല്ലെ? മുടിയുടെ കളർ എങ്ങനെയായിരുന്നു? കളർ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടായിരുന്നു, ഒരു ഡല്ലായിട്ടുള്ള ഒരു കളർ ആയിരുന്നു അല്ലെ? നമ്മുടെ ഹെയർ ടെസ്റ്റ് ഇവിടെ ചെയ്ത് നോക്കിയല്ലോ, സ്കാൽപ്പ് ടെസ്റ്റ്. അത് ചെയ്തപ്പോ നമുക്ക് മുടി എങ്ങനെ കണ്ടിരുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ? ടെസ്റ്റ് ചെയ്യുമ്പോൾ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള മുടിയൊക്കെ എല്ലാം പോയ ലെവലായിരുന്നു, വളരെ നൈസായിട്ടുള്ളതായിരുന്നു അല്ലേ? ഓക്കെ. നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുടി കൊഴിച്ചില് മാറ്റം ഉണ്ടായോ? നല്ല മാറ്റമുണ്ട്. ആ മുടി ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മാസത്തിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോ തന്നെ വീണ്ടും ഇവിടെ തന്നെ വന്നത്.
തിക്നെസ് കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല തിക്നെസ് കൂടിയിട്ടുണ്ട്. നല്ല തിക്നെസ് കൂടിയിട്ടുണ്ട്. മുടിയുടെ കളറിൽ മാറ്റം നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് അങ്ങനെ കളർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താണ് ജനറൽ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ബിഫോർ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്? നല്ല അഡ്മിഷൻസ് ആയി ഇപ്പൊ മുഴുവൻ മൊത്തത്തില്. കുറെ പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ എല്ലാം ക്ലീനിക് ആയിട്ട്. എല്ലാരും വന്നു, എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുള്ളൂ.